വെച്ച് നടക്കുന്ന വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ടിന്റെ സമ്പൂർണ്ണ പാരായണമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ടിലെ 23-ാമത്തെ അധ്യായം. ഒരു വേടനും ഒരു മുനിയും തമ്മിലുള്ള സംഭാഷണമാണ് കഴിഞ്ഞ കുറെ അധ്യായങ്ങളിലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശങ്കരൻ എന്ന മുനിയോട് ഒരു കാട്ടാളൻ വൈശാഖ മഹാത്മ്യം ചോദിച്ചതിന് അത് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് ത്രയോവിംശതിഅധ്യായഃ. സർപ്പദേഹം തിരിച്ചീടിന ദിവ്യനോടൊരു ശ്രീതി പോണ്ടു ചോദിച്ചു മഹാമുനി, ആരിതോ നീ എന്തു ദോഷാലുരേഖമാൻ കാരണമിന്നു ദേഹമുപേക്ഷിപ്പാൻ? എല്ലാം മുറ ചെയ്യുക എന്നതു കേട്ടവൻ ചൊല്ലിനാൻ ആശുവണങ്ങി വിനീതനാൻ. കണ്ടൊരു വിപ്രലഹം പ്രയാഗസ്ഥലേ ഉണ്ടായ പുത്രൻ കസീത മുനിക്കു ഞാൻ. നാമമാകുന്നതു രോചരെന്നതി ശ്രീമദൻ വിദ്യാമദൻ മഹാഗർഭിതൻ. സൗന്ദര്യ യൗവന സമ്പന്നൻ എത്രയും ധന്യൻ ധനാഢ്യൻ ബഹുപുത്രധാരവാൻ. സ്വസ്ഥനായി എന്നെ ഇരിക്കുമല്ലോ നിദ്രാചൂരംഗചൂടുമിത്യാദിയും ഭൂലോകപാലൻ പറയും ചിരിക്കലും കാലവുമെല്ലാം കഴിക്കുമേവം വിധവും. നിത്യകർമ്മങ്ങൾ ചെയ്തിടുന്നവരിലും ആശ്രയും ഭക്തിയും കൂടാതെ ചെയ്തിലും മറ്റുള്ളവർകളെ പേടിക്ക കാരണം ഒറ്റുമശേഷം ത്യജിക്കാറില്ല ഞാൻ. ദമ്പുണ്ടു മാനസേ ശ്രദ്ധയിൽ ഈശന് വൻഭാവിയ ദുർബുദ്ധിയായി ഇങ്ങനെ നീലേ നടക്കുന്ന കാലമരുദിനം മേള വീഴും മഹാക്ഷേത്രേയകപ്പെട്ടു. മാധവ മാസധർമ്മങ്ങളെ സൃഷ്ടിച്ചു സാധുജനങ്ങളെ വീഴെ മരുകുന്നു. ബ്രാഹ്മണ ക്ഷത്രവിൽ ശൂദ്രാദി സർവരും ആബാലവൃന്ദം കരുണീജനങ്ങളും സ്നാനവും ചെയ്തു വിഭൂതി സംഘാതിയും മേനിയിൽ ചേർത്തു നിർമാല്യ പുഷ്പങ്ങളും തങ്ങളിൽ ആരുമൊന്നും മുറിയാടാതെ മംഗലാത്മാക്കളായി നിൽക്കുന്നു സർവരും. മധ്യേ ജയന്തനാകുന്ന വിപ്രൻ തെളിഞ്ഞുത്തമ വൈശാഖ മഹാത്മ്യ പുസ്തകം വായിച്ചു മറ്റുള്ളവരോടിട ചേർന്നു ഭൂയോ പറഞ്ഞു ബോധിപ്പിക്കുമന്നേരം. താമ്പൂലവക്രനായി തൊപ്പികുപ്പായും വെണ്മയിലാണ്ടു കടന്നങ്ങു ചെന്നു ഞാൻ. വിപ്രനെ ചെന്നു നമസ്കരിച്ചിടിനെ ക്ഷിപ്രമോരോ വാർത്ത ചൊല്ലി തുടങ്ങിനെ. ശ്രേഷ്ഠനാം വിപ്രന്റെ നേരെ മമപദം നീക്കിയിരുന്നേ മഹാസഭാ തന്നെ ഞാൻ. നിശ്ചലരാൽ കഥ കേൾക്കുന്നവരുടെ പശ്ചാൽ മനസ്സിലർക്കിച്ച മച്ചേരകം. സജ്ജനമെല്ലാം പിരിഞ്ഞു പോവോളവും ലജ്ജവയാതി കൂടാതെ നിന്ദിച്ചു ഞാൻ. കാലേ മമപുരം ഒരു കാലധർമ്മത്തെയും പ്രാപിച്ചു മുടനാൽ. കാലകൃത്യന്മാർ പിടിച്ചിരച്ചെന്നെയും കാലാലയത്തിനു കൊണ്ടുപോയി തക്ഷനെ. ഈയൊരുവായിൽ പകർന്നു പാരം അയ്യോ വിഷം കുടിപ്പിച്ചു ചിരകാലം. ഭഗവാന്റെ നാമങ്ങൾ പറയാതെ ഭഗവാന്റെ നാമങ്ങൾ പറയുന്നവരുടെ ഇടയിൽ പോയി മറ്റുള്ള സംസാരം ചെയ്യുന്നവർ ലഭിക്കുന്ന ശിക്ഷയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓം തത്സത്. അറ്റമില്ലാതെ ഞാൻ ചെയ്ത കർമ്മങ്ങളെ തെറ്റെന്നു ചെയ്യുന്നവരിന്നി എണ്ണിക്കുക. യാതനം ദുഃഖം കഴിഞ്ഞതു ചൊല്ലുവാൻ പാദാശനെന്തലോ മാവതല്ലപ്പെടൂ. ഒന്നന്തരം 14 കഴിയുവോളം കന്നരങ്ങളിൽ തന്നെ കിടന്നു ഞാൻ.